ദിലീപിനെ കൊടുക്കാൻ ദൃശ്യം മോഡൽ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് പറ്റിയ ചോദ്യം. ശരിയാണ്, വലിയ ഗൂഢാലോചന നടന്നിരിക്കണം. അതിനെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ചിത്രം ഒന്ന് കണ്ടുനോക്കൂ. ഇത് പൾസർ സുനിയാണ്. പൾസർ സുനി കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന വേഷമാണത്. കല്യാണരാമൻ്റെ നിർമ്മാതാവ് ആരെന്ന് ചോദിച്ചാൽ ലാൽ ക്രിയേഷൻസ് ആണ്. അപ്പോൾ ലാൽ ക്രിയേഷൻസ് ലാലിൻ്റെ നിർമ്മാണ കമ്പനിയാണ്. ഇപ്പോൾ മാർട്ടിൻ പറഞ്ഞു വരുന്ന കഥയുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്വാഭാവികമായും സംശയം തോന്നിയേക്കാം. സംശയം തോന്നിയാൽ തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ ചില കാര്യങ്ങൾ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അത് വളരെ ഗുരുതരമാണ്. നീഹാര ഇൻഫോബോയ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഹാൻഡിൽ ഇങ്ങനെ കുറിക്കുന്നുണ്ട്: ദൃശ്യം പോലുള്ള സിനിമ എഴുതുവാൻ കഴിവുള്ള ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ തന്നെ പോലീസിലും രാഷ്ട്രീയത്തിലും പിടിപാടുള്ള സമർത്ഥമായി ഉപയോഗിക്കാൻ പണമുള്ള വ്യക്തി ക്രൈം കമ്മിറ്റ് ചെയ്താൽ ആ ക്രൈം തെളിയിക്കപ്പെടില്ല. അഥവാ തെളിയിക്കപ്പെടണമെങ്കിൽ ദൈവം വിചാരിക്കണം. ആ ദൈവനിശ്ചയമായിരുന്നു ഹണി എം വർഗീസ്. അവർ സമ്മർദ്ദങ്ങൾക്കും അഴിമതിക്കും മാനിപ്പുലേഷനും വഴങ്ങുന്നവർ ആയിരുന്നെങ്കിൽ ഈ കേസ് പോലീസിൻ്റെ വാദങ്ങൾ ശരിവെച്ച് 2020-21 തന്നെ വിധി പറഞ്ഞ് ദിലീപിനെ ജയിലിലാക്കുമായിരുന്നു. ദിലീപിൻ്റെ കേസിലും സംഭവിച്ചത് ഇതാണ്. വളരെ റിയലിസ്റ്റിക്കായി പ്ലാൻ ചെയ്ത ഒരു ക്രൈം അതുപോലെ തന്നെ സമർത്ഥമായി എക്സിക്യൂട്ട് ചെയ്തു. അതിൻ്റെ പ്ലാനുകൾ വർഷങ്ങളെടുത്ത് തയ്യാറാക്കിയതാണ്. ടവർ ലൊക്കേഷൻ പരിധി തെളിവായി ഫാബ്രിക്കേറ്റ് ചെയ്തപ്പോൾ തന്നെ അത് വ്യക്തമാണ്. ദിലീപ് താമസിക്കുന്ന അബാദ് പ്ലാസയുടെ പരിസരത്ത് മാത്രമേ പൾസർ സുനി എത്തിയിരുന്നുള്ളൂ. ദിലീപിനെ കാണാനോ സംസാരിക്കാനോ പൾസറിന് കഴിഞ്ഞില്ല. പക്ഷേ അവിടെ ഗൂഢാലോചന നടത്തി എന്നാണ് പോലീസ് എഴുതി വെച്ചത്. അതായത് ദിലീപിനെ കാണണമെന്നില്ല, നടൻ ദിലീപുള്ള ടവർ ലൊക്കേഷനിൽ പൾസർ സുനി ഉണ്ട് എന്ന് വന്നാൽ ബാക്കി പോലീസ് ഉണ്ടായിക്കോളും എന്നതാണ് തിരക്കഥ. ബാലചന്ദ്രകുമാർ നികേഷ് കുമാറിൻ്റെ കോടതിയിലെ വലിയ വക്കീലായിരുന്നു. ഇയാളെയും തിരക്കഥാകൃത്തുക്കൾ ഇറക്കിയതാണ്. നടി ബലാത്സംഗത്തിനിരയായിട്ടില്ല. അതിന് കാരണം പോൺ സിനിമയും വയലൻസും ഇൻവെസ്റ്റിഗേഷൻ പോലും സമർത്ഥമായി ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു സിനിമാറ്റിക് ക്രിമിനലാണ് വ്യാജ ബലാത്സംഗ രംഗങ്ങൾ ചിത്രീകരിച്ചത്. ഈ രംഗങ്ങൾ ചിത്രീകരിച്ച ഒരു ഡിവൈസും പോലീസിന് ഹാജരാക്കാനായില്ല. ഫോറൻസിക്കിന് നൽകാനായി സുനിയെ കൊണ്ട് വാഹനത്തിൽ സ്കലിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക. ഫോറൻസിക്കാണ് പോലീസിന് ശേഷം ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ നടന്നത് ഫോറൻസിക്കിലാണ്. വാനിൽ ബലാത്സംഗം തെളിയിക്കാൻ കളക്ട് ചെയ്ത എവിഡൻസുകൾ സുനി മനഃപൂർവ്വം സ്കലിപ്പിച്ച ശുക്ലം തന്നെയാണ് കിട്ടിയത്. ഇത് വിദഗ്ധരായ തിരക്കഥാകൃത്തുക്കൾക്ക് ചെയ്യാവുന്ന സീനാണ്. മെഡിക്കൽ റിപ്പോർട്ടിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീയുടെ ദേഹത്തുള്ള മുറിവുകൾ വ്യക്തമാക്കുന്നില്ല. അഥവാ ആ മുറിവുകൾ, പരിക്കുകൾ എന്നിവ കൃത്രിമമായി സൃഷ്ടിക്കാൻ പോലും കഴിവുള്ള അതിബുദ്ധിമാന്മാരായ ആസൂത്രകരാണ് ഈ കേസിന് പിന്നിൽ സമർത്ഥമായി എക്സിക്യൂട്ടീവ് ചെയ്തത്. ബലാത്സംഗത്തിന് വിധേയയായ സ്ത്രീ നേരം പുലർന്നപ്പോൾ ഷൂട്ടിങ്ങിന് പോയി. മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പോലീസും PT തോമസും നിർബന്ധിച്ചപ്പോൾ ലൊക്കേഷനിൽ നിന്നും വന്നത്. അതായത് കാര്യമായ ദേഹോപദ്രവങ്ങളൊന്നും നടന്നിട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല, മാനസികമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ കേസ് മേൽക്കോടതിയിൽ പോയി ദിലീപിനെ തൂക്കിക്കൊല്ലാമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. പൾസറിൻ്റെ കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ പോലും ഈ കേസിൽ വിസ്തരിച്ചിട്ടില്ല. ചോദ്യം ചെയ്യലൊക്കെ പ്രഹസനമായിരുന്നു, നുണയായിരുന്നു. നിരപരാധികളായ യാതൊരു മുൻകാല ക്രൈം റെക്കോർഡുമില്ലാത്ത നിരപരാധികളെയാണ് പോലീസ് കള്ളക്കേസിൽ കുടുക്കിയത്. അത് മേൽക്കോടതിയിൽ തെളിയിക്കപ്പെടും എന്നാണ് അപ്പീൽ കൊണ്ടുണ്ടാവാവുന്ന ഗുണം. ഈ കേസ് ഇന്ത്യയിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തത്ര ഇൻ്റലിജൻ്റായി ആസൂത്രണം നടത്തി എക്സിക്യൂട്ട് ചെയ്ത കേസാണ്. സിനിമാറ്റിക് ക്ലാസിക്കൽ ക്രൈം. കേരള പോലീസിന് പൊൻതൂവൽ ആവേണ്ടിയിരുന്ന കേസ്. നിർഭാഗ്യവശാൽ കേസ് ഏൽപ്പിക്കപ്പെട്ടത് ക്രിമിനലുകളായ പോലീസുകാരെയാണ്. അതും ആസൂത്രകരുടെ മികവായി തന്നെ കാണണം. CBI വന്ന് ഈ കേസ് തെളിയിച്ചാൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു റഫറൻസായി ഇതിലെ കണ്ടെത്തലുകൾ ഭാവിയിൽ അറിയപ്പെടും. ഇങ്ങനെയാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കേസുമായിട്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. മാർട്ടിൻ്റെ വീഡിയോയൊക്കെ നമ്മളെല്ലാവരും കണ്ടു സോഷ്യൽ മീഡിയയിൽ. അത് വലിയ രീതിയിൽ റീച്ച് ആയിട്ടുമുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ വീഡിയോ പിൻവലിക്കണം അല്ലെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി വന്നിട്ടുണ്ട്. എന്താണ് പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നടിയുടെ പേര് പറഞ്ഞു, അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി. നടിയുടെ പേരും ഐഡൻറ്റിറ്റി ഒന്നും ആർക്കും അറിയില്ല എന്നുള്ളതാണ്. നമ്മളത് വെറും വ്യാജം നടിക്കുകയല്ലേ ചെയ്യുന്നത്? നമുക്കറിയാവുന്നുള്ളതല്ലേ. കേരളത്തിൽ ആർക്കാണ് ആക്രമിക്കപ്പെട്ട നടി ആരാണെന്ന് അറിയാത്തത്? ഇവിടെ അപ്പോൾ നടിയുടെ പേര് പറഞ്ഞതല്ല മാർട്ടിൻ്റെ വീഡിയോയുടെ പ്രശ്നം, അതിലെ വസ്തുതകളാണ് എന്ന് കാണേണ്ടി വരും. അതിനെ പറ്റിയിട്ടും ഇതേ ഫേസ്ബുക്ക് പേജ് തന്നെ മറ്റൊരു കുറിപ്പിട്ടിട്ടുണ്ട്.
മാർട്ടിൻ്റെ വീഡിയോ യഥാർത്ഥ ഗൂഢാലോചനക്കാരെ ഭയപ്പെടുത്തിയെന്നും പെരുച്ചാഴികളെ പോലെ ഗൂഢാലോചനക്കാർ പരക്കം പാഞ്ഞു തുടങ്ങി എന്നാണ് വാർത്തകൾ വരുന്നത്. മാർട്ടിൻ നടിയുടെ പേര് പറഞ്ഞു എന്ന പേരിൽ മാർട്ടിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ നടിയുടെ പേരല്ല ഇവരുടെ പ്രശ്നം, മാർട്ടിൻ പറഞ്ഞ വസ്തുതകളാണ്. ഇന്നലെ സകല മാധ്യമങ്ങളും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്ത പ്രധാന അതിജീവിത എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയോടൊപ്പം നടിയുടെ വീഡിയോയും ചിത്രങ്ങളും പുറത്തുവിട്ടു. അതിന് കേസില്ലേ എന്നാണ് ഈ ഹാൻഡിൽ ചോദിക്കുന്നത്. അതിജീവിത എന്ന നടി തന്നെ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി 3 വർഷങ്ങൾക്ക് മുമ്പ് ദേശീയ മാധ്യമത്തിൽ ബർഖ ദത്തുമായി അഭിമുഖം നടത്തിയിരുന്നു. മൈ ജേർണി ഓഫ് വിക്ടിം ടു സർവൈവർ എന്ന പേരിൽ അത് എയർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അവരുടെ പേര്, ഈ നടിയുടെ പേര് അത് പറയുന്നുണ്ട്, ഇതിലും ആ പോസ്റ്റിലും പറയുന്നുണ്ട്. ഞാനത് വായിക്കുന്നില്ല. നടിയുടെ പേര് പറഞ്ഞിട്ട് എന്ന പേരും നടിയുടെ മുഖവും പ്രദർശിപ്പിച്ച് എയർ ചെയ്ത ആ ചാനലിനെതിരെ ഇന്ന് വരെ കേസില്ലാതിരിക്കെ മാർട്ടിൻ്റെ വീഡിയോ പ്രചരിപ്പിക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി കേസെടുക്കുമെന്നത് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭീഷണിയാണ്. ഗൂഢാലോചനക്കാരെ രക്ഷിക്കാനുള്ള സർക്കാരിൻ്റെയും പോലീസിൻ്റെയും അവസാന ശ്രമമാണത്. സർക്കാർ ഇത്രയും ലജ്ജാകരമായ പ്രവൃത്തി ചെയ്യരുത്. യഥാർത്ഥ ഗൂഢാലോചനക്കാരെ സർക്കാർ നിയമവിരുദ്ധമായി സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. അതായത് മാർട്ടിൻ പറഞ്ഞിരിക്കുന്നതിനെ ശരിവെച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഗൂഢാലോചനയാണ് അവിടെ നടന്നിരിക്കുന്നത്. ദിലീപിനെ വെറുതെ വലിച്ചയച്ചതാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടാണ് 2ാം പ്രതി, നിസ്സാരക്കാരനല്ല, 2ാം പ്രതിയാണ്. അതിനകത്ത് മാർട്ടിൻ പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇത് ഇഴകീറി പരിശോധിച്ച് അതുവഴി ഒരു വലിയ യാത്ര നടത്തേണ്ടതുണ്ട്, ഒരു വലിയ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിന് പിന്നാലെ ഈ പറയുന്ന മാർട്ടിൻ പറഞ്ഞ മുഴുവൻ പേരുകാരെയും ചോദ്യം ചെയ്ത് കൃത്യമായി നടപടിയെടുക്കണം. അതിന് CBI കൊണ്ടല്ലാതെ കഴിയില്ല എന്നുള്ളതാണ്. കേരള പോലീസ് അത് ചെയ്യില്ല. ചെയ്താൽ തന്നെ അതിനകത്ത് വൻ മാനിപ്പുലേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഒരു ഗൂഢാലോചന കൊണ്ടുവന്ന് അന്വേഷിച്ച് ദിലീപിന് മേൽ ഇത്രയേറെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ പോലീസിന് ഈ പറയുന്ന കേസിലെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ CBI തന്നെയാണ് വരേണ്ടത്. ഏറെ പ്രമാദമായ കേസാണ്. ഒരാളെ 9 കൊല്ലം ആവശ്യവുമില്ലാതെ വേട്ടയാടിയ കേസാണ് എന്ന് പറയേണ്ടി വരും. കോടതി വെറുതെ വിട്ട നിരപരാധിയാണ്. പക്ഷേ ഇവിടെ പല പീഡകന്മാരും ബലാത്സംഗക്കാരും MLA-മാരായിട്ടിരിക്കുന്നുണ്ട്, MP-മാരായിട്ടിരിക്കുന്നുണ്ട്. അവർ പലരും ഈ പറയുന്ന വലിയ നടന്മാരായിട്ടിരിക്കുന്നുണ്ട്. അവരെയൊന്നും തൊടുന്നില്ല. പക്ഷേ ഇവിടെ തൊടുന്നത് ആരെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഇവിടെ വലിയൊരു ആക്രമണത്തിൻ്റെ, ഒരു ഗൂഢാലോചനയുടെ, അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ദൃശ്യം മോഡൽ ഗൂഢാലോചന നടന്നു എന്നുള്ളത്. ആ ഗൂഢാലോചനയുടെ ഫലമാണിത്. ദിലീപിനെ കൊടുക്കാനുള്ള വലിയ ശ്രമം നടന്നു. ആ ശ്രമത്തിന് കെണി വെച്ചവരെയാണ് ഇനി പിടിക്കേണ്ടത്. കെണി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു, എന്താണ് നടപ്പിലാക്കാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി കെണി വെച്ചവരെ പിടിക്കണം. അതിലേക്കായിരിക്കണം അടുത്ത നീക്കം.